സാധാരണക്കാരനെ കുടിവെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കാത്ത സർക്കാരാണ് പിണറായിയുടേതെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും നികുതി കൊള്ളയ്ക്കെതിരെയും KPCCയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പന വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ മൈതാനിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ വില്ലേജ് ഓഫീസിന് മുൻപിലേക്ക് എത്തിയത്. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പൊതുസ്വത്ത് മുഴുവൻ കൊള്ളയടിച്ചതിനു ശേഷം ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ബജറ്റാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. എല്ലാവിധത്തിലും സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നിലപാടുമായിട്ടാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ജോയി വെട്ടിക്കുഴി ആരോപിച്ചു. അങ്ങനെ ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളിലും അവരുടെ ചെലവ് വർദ്ധിക്കത്തക്ക നിലയിലുള്ള ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും ഗുരുതരമായ ഒരു തെറ്റ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്തുകൊണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല? നിങ്ങളുടെ പ്രകടന പത്രികയിലും നിങ്ങൾ നിയമസഭയിലുമൊക്കെ ഘോരം നിങ്ങൾ പ്രസംഗിച്ചതാണല്ലോ. 1600 രൂപയിൽ നിന്നും 2500 രൂപയാക്കി നിങ്ങൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ നിങ്ങൾ വർദ്ധിപ്പിക്കാത്തത് എന്ന് നിങ്ങൾ ജനങ്ങളോട് നിങ്ങൾ മാപ്പ് പറയണം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, ജോയി അനത്തോട്ടം, ജോസ് മുത്തനാട്ട, ഷാജി വെള്ളമാക്കൽ, സിബി പാറപ്പായി, ജെസ്സി ബെന്നി, സജിമോൾ ഷാജി, ഐബിമോൾ രാജൻ, സോണിയ GB തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു.